മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ വിവരം കേൾക്കുന്നതിലൂടെ കേട്ടിരിക്കുന്നത്. ഈ കുട്ടി എവിടെയാണെന്നോ ആരുടേതാണെന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഹരിത, അത്തരത്തിലുള്ളൊരു വിവരമൊന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അല്പം മുമ്പാണ് ഇത്തരത്തിൽ ബാഗിലാക്കി തുണിയിൽ പൊതിഞ്ഞ നിലയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള മേൽപ്പാലത്തിന് മുകളിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഒരു റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരാണ് ആദ്യം ഇത് കാണുന്നത്. തുടർന്നാണ് വിവരം പുറത്തുള്ള ആളുകൾ അറിയുന്നത്. 2 ദിവസം മാത്രം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹമാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത്. ഈ കുട്ടിയുടെ മൃതദേഹത്തിന് സമീപത്ത് തന്നെ ബാഗ് ഉണ്ട്. എപ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ ഈ കുട്ടിയെ കൊണ്ട് ഉപേക്ഷിച്ചത് എന്നതിലൊന്നും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ RPF അതുപോലെ തന്നെ കേരള പോലീസും ഉൾപ്പെടെ ഈ കാര്യങ്ങൾക്കെല്ലാമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കണ്ണിൽ ചോരയില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2 ദിവസം മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയുടെ മൃതദേഹം ബാഗിൽ തുണിയിലാക്കി പൊതിഞ്ഞ നിലയിൽ ഉപേക്ഷിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഹരിത. ശരി അനീഷ്.